എല്ലാവർക്കും SCR-PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LDCയിൽ 5 മാർക്ക് ഉറപ്പായും കിട്ടുന്ന ഒരു മെറ്റീരിയലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, മാക്രോ എക്കണോമിക്സ്. പഠിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണിത്. അപ്പോൾ ഞാൻ ആദ്യം പറയുക, ഇതിലേതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യമാണ്. രണ്ടാമത്, ഇത് എങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുക. അതിൽ കയറി ഡൗൺലോഡ് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും നോക്കി പോകുക. LDCയുടെ ഹോട്ട് ടോപ്പിക്സ് ആണിത്. ഫ്രീ ആയിട്ട് മെറ്റീരിയൽ കിട്ടുകയാണ്. അപ്പോൾ നിങ്ങളത് നിർബന്ധമായി നോക്കുക. ഇതിൽ 6 ചാപ്റ്ററാണുള്ളത്. 6 ചാപ്റ്റർ. എല്ലാം പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ ചാപ്റ്റർ മാത്രം പഠിച്ചു പോവുക. ഇതിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കിയാൽ മതി. ഇതിലെങ്ങനെയാണ് മാക്രോ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്തത്, ആരാണ് അതിൻ്റെ പിതാവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണിത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം, അത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നിർബന്ധമായിട്ടും ഇതിൻ്റെ സംഗ്രഹം വായിച്ചിരിക്കണം. സംഗ്രഹത്തിൽ ഒരുപാട് പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഇതിൽ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഓരോ ചാപ്റ്റർ കഴിയും തോറും അവസാനം ഇതിൽ ചേരുംപടി ചേർക്കുക, ശരി തെറ്റ് കണ്ടെത്തുക, ഇങ്ങനെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യം എഴുതിയിട്ട് ഉത്തരം എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ താഴെ വിലയിരുത്തൽ കൊടുത്തിട്ടുണ്ട്, അതായത് അതിൻ്റെ ഉത്തര സൂചിക കൊടുത്തിട്ടുണ്ട്. അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്താലേ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവൂ. ഒന്ന് വായിച്ചു നോക്കുക. അതേപോലെ തന്നെ ഒന്നാമത്തെ ചാപ്റ്റർ ആയതുകൊണ്ടാണ് വായിച്ചു നോക്കുക പറഞ്ഞ്, ഇനി മുതലുള്ള ചാപ്റ്റർ പഠിക്കുക എന്നേ പറയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ചാപ്റ്റർ ദേശീയ വരുമാനം കണക്കാക്കൽ എന്നുള്ളതാണ്. ഇപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കൽ വളരെ ഷുവറായിട്ടുള്ള ഒരു സംഭവമാണ്. നിർബന്ധമായും പഠിക്കണം. എന്താണ് GDP, പിന്നെ അതേപോലെ തന്നെ എന്താണ് GNP, എന്താണ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഇതിൻ്റെ ഇക്വേഷൻസ് ഉണ്ടല്ലോ. അതായത് ഉദാഹരണം GNP സമം GDP പ്ലസ് NFIA. NFIA എന്ന് പറയുമ്പോൾ നെറ്റ് ഫാക്ടർ ഇൻകം അബ്രോഡ്, അതായത് വിദേശത്ത് നിന്ന് കിട്ടുന്ന അറ്റ ഘടക വരുമാനം. അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് നിർബന്ധമായും ഇതിൽ പഠിക്കണം. ഇത് ചോദിക്കും, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഒരു ഇക്വേഷനെങ്കിലും ചോദിക്കും. അപ്പോൾ ഇതിൽ ഒരുപാട് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായും നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഇത് നിർബന്ധമായും എഴുതി പഠിക്കുക. പിന്നെ ഇതിൽ ബാക്കി പഠിക്കേണ്ട കാര്യം ഇതിൽ ഒരുപാട് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി, അതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും ഇത് എഴുതി പഠിക്കുക. അത് മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ഒരുപാട് ഇക്വേഷൻസ് ഇതിലുണ്ട്. അടുത്തത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളിലൊന്നാണ് പണവും ബാങ്കിങ്ങും. അപ്പോൾ എന്താണ് പണം, പണത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ, ഇതെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്കിങ്. ഇപ്പോൾ ബാങ്കിങ് പറയുന്നതിന് മുമ്പ് പണത്തിൽ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഇതിൻ്റെ ഗ്രാഫ് വരച്ചിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. നിർബന്ധമായും പഠിക്കണം. അതിൽ ചില കോഡ് വാക്കുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പലിശ നിരക്ക് മിനിമം ആയിരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള അതൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം പഠിക്കുമ്പോൾ അപ്പോൾ പലിശ നിരക്ക് കൂടുമ്പോൾ അല്ലെങ്കിൽ മാക്സിമം ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറവായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒന്നും നോക്കണ്ട, ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആയിരിക്കുമ്പോൾ എന്നുള്ളത് മാത്രം മാർക്ക് ചെയ്യുക. അങ്ങനെ വേണം ഇത് പഠിക്കാൻ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് അതിൽ എന്താണ് M1, M2, M3, M4 എന്നുള്ളത് പഠിക്കുക. അതായത് പണ സപ്ലൈയുടെ 4 അളവുകളാണ്. ഇതിൽ ഏതൊക്കെ പെടുന്നു, അതായത് M1 സമം കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്, M2 എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നേരെ ഇന്ത്യൻ നാണയ വ്യവസ്ഥയിൽ വരിക. അതിൽ ഒരുപാട് പോയിന്റുകൾ പറയുന്നുണ്ട്. 1 രൂപ അടിച്ചിറക്കുന്നത് ആരാന്നൊക്കെ പറയുന്നുണ്ട്. അത് അതേപോലെ PSCക്ക് ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്. പിന്നെ അതേപോലെ തന്നെ റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ, എന്താണ് കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഭാഗവും വിട്ട് കളയാനില്ല. നിർബന്ധമായിട്ടും പണവും ബാങ്കിങ്ങും മുഴുവനും പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ കേന്ദ്ര ബാങ്കിൻ്റെ പ്രവർത്തികൾ എന്താണ്, അതേപോലെ തന്നെ എന്താണ് ഫിസ്ക്കൽ പോളിസി, എന്താണ് മോണിറ്ററി പോളിസി, എന്താണ് ബാങ്ക് റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇതിൽ പറയുന്നുണ്ട്. നിർബന്ധമായും അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൽ നിങ്ങൾ സംഗ്രഹവും വായിച്ച്
അതിലെ ക്വസ്റ്റ്യൻ ആൻസറും ചെയ്തു കഴിഞ്ഞാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളിൽ ഒന്നാണിത്. നിർബന്ധമായും ഈ ചാപ്റ്റർ എല്ലാ പരീക്ഷകൾക്കും പഠിക്കണം. LDCക്ക് നിർബന്ധമായും പഠിക്കണം. പണവും ബാങ്കിങ്ങും അത്രമേൽ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകളിൽ ഒന്നാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം, വരുമാന നിർണയം. വരുമാന നിർണയത്തിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? വരുമാന നിർണയം ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളിൽ ഒന്നാണ്. അതിലൊരുപാട് ഇക്വേഷൻസ്, ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലുതല്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. അത് എക്കണോമിക്സ് പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്തവർ അത് ജസ്റ്റ് ഒഴിവാക്കുക, ആ ചാപ്റ്റർ ഒഴിവാക്കുക. കാരണം നമ്മളിപ്പോൾ അവസാന നിമിഷമാണ്, അതിലധികം പഠിക്കാനൊന്നും ഇല്ല. ഇനി അതിൻ്റെ അടുത്ത ടോപ്പിക്ക്, അടുത്ത ചാപ്റ്റർ ഏതാ നോക്കാം. ഗവൺമെൻറ് ബജറ്റും അനുബന്ധ വിവരങ്ങളും. എന്താണ് ബജറ്റ്? ബജറ്റിനെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു? എന്താണ് റവന്യൂ ചെലവ്? എന്താണ് റവന്യൂ വരവ്? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ബജറ്റിൻ്റെ ഘടകങ്ങൾ എന്താണ്, അതുപോലെ തന്നെ ഡയറക്റ്റ് ടാക്സ് എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്, അതിൻ്റെ ഉദാഹരണം എന്താണ്, എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഇതും ഒരു കാരണവശാലും ഈ ബജറ്റ് എന്നുള്ള, ഗവൺമെൻറ് ബജറ്റ് അനുബന്ധ വിവരം എന്നുള്ള ചാപ്റ്റർ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. നിർബന്ധമായും ഇത് എഴുതി പഠിക്കുക. പ്രാഥമിക കമ്മി ഈക്വൽ ടു ഫിസ്ക്കൽ കമ്മി മൈനസ് അറ്റ പലിശ ബാധ്യതകൾ എന്നുള്ള തുടങ്ങിയ ഇക്വേഷൻസ് ഒക്കെ ഇതിലുണ്ട്. നിർബന്ധമായിട്ടും അത് പഠിക്കണം, എഴുതി തന്നെ പഠിക്കണം. ഇനി നമ്മുടെ അവസാനത്തെ ചാപ്റ്ററാണ് തുറന്ന സമ്പദ് വ്യവസ്ഥയും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള, ഇതിൽ പഠിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് ബാലൻസ് ഓഫ് ട്രേഡ്, എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് കറണ്ട് അക്കൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വിനിമയ നിരക്കിനെ കുറിച്ച്, പിന്നെ അതേപോലെ തന്നെ ഫിക്സഡ് വിനിമയ നിരക്ക്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഫ്ലോട്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതി പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ബാക്കിയുള്ള ചാപ്റ്റർ പോലെയല്ല, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. 1-ാമത്തെയും 6-ാമത്തെയും ചാപ്റ്ററാണ് ഇതിൽ ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററുകൾ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓരോ ചാപ്റ്റർ, ഈ പറഞ്ഞ ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പിറകിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ നിർബന്ധമായും ചെയ്യണം. 5-ൽ 5 മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണിത്. നിർബന്ധമായും ഇത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ട് എടുത്തു വയ്ക്കുക, അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് സിസ്റ്റത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മൊബൈലിൽ വെച്ചിട്ട് പഠിച്ചാലും മതി. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മെറ്റീരിയൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ, അല്ലാത്തവർക്ക് ആ ടെലഗ്രാം ചാനലിൽ തന്നെ മെറ്റീരിയൽ കിട്ടും. നിർബന്ധമായിട്ടും പഠിക്കുക. എക്കണോമിക്സ് എല്ലാവർക്കും 5 മാർക്ക് ഉറപ്പായും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു LDC എക്സാമും ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.